ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഹൗസ് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ അല്ല, എൻ്റെ ചേച്ചിയുടെ ആണ് കേട്ടോ. ചേച്ചിയൊക്കെ പുതിയൊരു റെൻറ്റഡ് ഹൗസ് എടുത്തിട്ട് അങ്ങോട്ട് മാറുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് അവർ താമസിച്ചത് 1 BHK കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ സൗകര്യക്കുറവുണ്ട്. അതുമല്ല, ഒരു 10-11 വർഷമായിട്ട് അവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മോനൊക്കെ വലുതായി, അവന് സെപ്പറേറ്റ് റൂമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് അവർ 2 BHK മാറാണ് കേട്ടോ. ഇത് സ്ഥലം വന്നിട്ട് കർണാടകയിലാണ്, നാട്ടിലല്ല. അപ്പോൾ ഞാനും ഖത്തറിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റി കേട്ടോ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ. വലിയ ആചാരമായിട്ടൊന്നും നമ്മൾ നടത്തിയില്ല, കാരണം അവർ നാട്ടിൽ വീട് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു വീട് മാറി. അപ്പോൾ വലിയ ആഡംബരമായിട്ടൊന്നുമില്ല. ഞാനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഈ ഒരു പരിപാടിയിലുള്ളത്. എനിക്കറിയാവുന്ന പോലെ പൂജയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പാല് കാച്ചി, അങ്ങനെ രാഹുലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് ആ ചടങ്ങ് അങ്ങ് നമ്മൾ നിറവേറ്റി. ഒരുപാട് നാളുകൊണ്ട് അവർ ആഗ്രഹിക്കുമായിരുന്നു വേറൊരു വീട് നോക്കണം, 2 BHK നോക്കണം. പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, അവിടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് 1 BHK ഉള്ളൂ, 2 BHK ഇല്ലായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു വീട് പണിതപ്പോൾ അവർ ഇങ്ങനെ മേളിൽ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കും അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് ഒരുപാട് ചെടികളൊക്കെ നടുന്ന ആൾക്കാരാണ്. അപ്പോൾ പഴയ വീട്ടിൽ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീട് അവർ സെലക്ട് ചെയ്തത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല പഴയ വീടിനേക്കാളും നല്ല സൗകര്യമുണ്ട്. അതുപോലെ നല്ല കാറ്റാണ്. പഴയ വീട്ടിൽ ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടൊക്കെ സഹിച്ചിട്ടായിരുന്നു കേട്ടോ അവരവിടെ നിന്നിരുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു വീട് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ. കാരണം പഴയ വീട്ടിൽ നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നില്ല, വെളിയൊക്കെ പോയിരിക്കാനൊക്കെ. ഇവിടെയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നടക്കാനാണേലും നമ്മുടെ വീടിൻ്റെ ടെറസാണ്, ഫുള്ള് നല്ല സ്പേസ് ഉണ്ട്. ഒരു 10-15 പേര് വിരുന്ന് വന്നാൽ പോലും നമുക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിലാണ് ഞങ്ങൾ പഴയ വീട്ടിലോട്ട് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണ്ടേ. അപ്പോൾ രാവിലെ ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പാല് കാച്ചി പൂജയൊക്കെ ചെയ്തിട്ടാണ് പോയത്. ചേച്ചിക്ക് അത് കഴിഞ്ഞ് ക്ലാസ്സിലും പോകണം. അപ്പോൾ 2 മണിക്കൂറത്തെ ഒരു ടൈം പറഞ്ഞിട്ടാണ് ഈ പുതിയൊരു വീട്ടിലോട്ട് വന്നത്. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ മലയാളി ടീച്ചേഴ്സൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ട്, 2-3 പേര്. അപ്പോൾ നമ്മൾ മാത്രമല്ല, മലയാളീസ് ഉള്ളത് വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അവിടുത്തെ ചെറിയൊരു ടൗണാണ് കേട്ടോ. ഈ ടൗണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഴയ വീട്ടിലോട്ട് പോകുന്നത്. സോ ഗൈസ്, ഇതാണ് പഴയ വീട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നിന്ന് തിരിയാനൊരു ഇടം ഉണ്ടാവില്ല. ഈവൻ കിച്ചണിലാണെങ്കിലും ഹാളിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് കാണില്ല, ഒരു സോഫ ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് കാണില്ല. പക്ഷേ എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 11 വർഷമായിട്ട് ഈ ബിൽഡിങ്ങിൽ താമസിച്ചു. ആദ്യം മേളത്തെ നില താമസിച്ചു, അത് കഴിഞ്ഞ് താഴെ വന്നു. കണ്ടില്ലേ, ഇപ്പോൾ പുതിയ വീടാണ് കേട്ടോ. അത് ഇത്രയും സ്ഥലമുണ്ട് അവർക്ക് ചെടികൾ നടാനും ഡ്രസ്സ് വിരിക്കാനും നമുക്കൊന്ന് വെളിയിൽ വന്നിരിക്കാനും. പഴയ വീട്ടിലൊന്നും ഉള്ളത് നമ്മൾ മുറ്റത്തിറങ്ങിയ റോഡിലാണ്. അതുകൊണ്ടൊക്കെയാണ് അവർ ഇങ്ങനെ ഒരു വീട് സെലക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് കുറച്ച് ദിവസമേ ഇവിടെ